ഹിമാചൽ പ്രദേശിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം തുടർന്ന് കോൺഗ്രസ്. എഐസിസി നിർദ്ദേശപ്രകാരം ഷിംലയിൽ എത്തിയ DK ശിവകുമാറും ഭൂപീന്ദർ സിംഗ് ഹൂഡയും MLA-മാരുമായി ചർച്ച നടത്തി. എന്നാൽ വിമത MLA-മാരുമായി ചർച്ച നടത്താൻ എഐസിസി പ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല. വിക്രമാദിത്യ സിംഗ് മന്ത്രിസ്ഥാനത്തു നിന്നുള്ള രാജി പിൻവലിച്ചത് കോൺഗ്രസിന് ആശ്വാസമായി. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വസിക്കാനുള്ളത് വിക്രമാദിത്യ സിംഗ് മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജി പിൻവലിച്ചതാണ്. അപ്പോഴും വിമത MLA-മാരുമായി കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അവരുടെ നീക്കങ്ങൾ എന്ത് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് ആശങ്കയായി തുടരുകയാണോ? രേണുക, ഏതായാലും തിരക്കിട്ട നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. കാരണം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് അധികാരത്തിലുള്ള ഏക സംസ്ഥാനമാണ് ഹിമാചൽ. അവിടെയാണ് ഏതായാലും ഭരണ പ്രതിസന്ധി ഉണ്ടായത്. നിരീക്ഷകരായ എഐസിസി നിയോഗിച്ച DK ശിവകുമാർ, ഭൂപീന്ദർ സിംഗ് ഹൂഡ, ഒപ്പം തന്നെ ഭൂപേഷ് ബാഗേൽ, ഈ മൂന്ന് പേരും ഇന്നലെ ഷിംലയിൽ എത്തുകയും MLA-മാരുമായി പ്രത്യേകം ചർച്ച നടത്തുകയും ചെയ്തു. അങ്ങനെ ഇവർ MLA-മാരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എഐസിസിയുടെ ചുമതലയുള്ള രാജീവ് ശുക്ലയും ഹിമാചലിലുണ്ട്. ഏതായാലും ഇന്നലെ 6 MLA-മാരും ഇപ്പോൾ ഉള്ളത് ഹരിയാനയിലാണ്. പക്ഷെ അവർ ഇന്നലെ ഷിംലയിൽ എത്തുകയും ഒപ്പം തന്നെ സ്പീക്കർക്ക് വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. കാരണം 6 പേരെ അയോഗ്യരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കത്ത് ഇതിനോടകം തന്നെ സ്പീക്കർക്ക് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആണ് ആ കത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ അയോഗ്യരാക്കരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടൊരു വിശദീകരണം സ്പീക്കർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ സ്പീക്കർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ അവരെയും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. സംസ്ഥാന മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് വിമതരിൽ ചിലർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുന്നുണ്ട്, ഒപ്പം എഐസിസി നേതൃത്വവുമായും ആശയവിനിമയം നടത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ ഒപ്പം നിർത്താനുള്ള ശ്രമം തുടരുന്നു. ഇതിന് പുറമെ മറ്റേതെങ്കിലും MLA-മാർ, കൂടുതൽ MLA-മാർ BJP പാളയത്തിലേക്ക് പോകാനുള്ള നീക്കം തടയാനുള്ള ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ താൽക്കാലിക ആശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. കാരണം സഭാ സമ്മേളനം ഇന്നലെ അവസാനിച്ചിരുന്നു. മാത്രവുമല്ല BJP-യിലെ 15 MLA-മാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിലവിൽ കൂടുതൽ പരിക്കുകളില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ശ്രമം. ഏതായാലും ഈ റിപ്പോർട്ട് ഉടൻ തന്നെ എഐസിസി നേതൃത്വത്തിന് നിരീക്ഷകർ കൈമാറും. സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി എന്നാണ് ഇപ്പോൾ എഐസിസി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വിക്രമാദിത്യ സിംഗ് ഇന്നലെ മന്ത്രിസ്ഥാനം രാജിവെച്ചത് കോൺഗ്രസിന് വലിയ ക്ഷീണമായിരുന്നു, വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുമായി വിക്രമാദിത്യ ചർച്ച നടത്തി. അതിനുശേഷമാണ് ഈ രാജിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് വിക്രമാദിത്യ സിംഗ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു നേതൃമാറ്റം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മാറ്റിക്കൊണ്ട് നിലവിലെ PCC അധ്യക്ഷയായ പ്രതിഭ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഫോർമുലയിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യത. ഏതായാലും എഐസിസി നിരീക്ഷക സംഘത്തിന്റെ റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും ഹൈക്കമാൻഡ് തുടർ നടപടി ഇക്കാര്യത്തിൽ കൈക്കൊള്ളുക. രേണുക, തീർച്ചയായും ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആശ്വസിക്കാനുള്ള വക ഈ രാജി പിൻവലിച്ചതോടുകൂടി കോൺഗ്രസിനുണ്ട്. അപ്പോൾ പോലും ആശങ്കകൾ തുടരുന്നു എന്നതാണ് സാഹചര്യം.